ഒന്ന് ക്ഷണിച്ചു കേട്ടാ. വല്ല ഉത്തരവാദിത്വമുണ്ടോ? 3000 രൂപയുടെ സാധനം എനിക്ക് നാണമുണ്ടോ? എനിക്ക് ചിക്കയുണ്ട്, കറക്റ്റായിട്ട് ഇത് കൊണ്ടു നടക്കുന്നത്. നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നുന്നു പിന്നെ നിന്റെ ഏതാണ്ട് മുടക്കിയെന്ന് തോന്നല്ലോ. 10-3000 രൂപ മുടക്കി ഞാനല്ലേ. ആര് മുടക്കി എന്നുള്ളതിലല്ല കാര്യം, ഉത്തരവാദിത്വം വേണം. ആര് മുടക്കിയാൽ ഈ സാധനം നീ ഇത് ഉത്തരവാദിത്തോട് വെക്കേണ്ട ഒരു സാധനമല്ലേ. ഇതൊക്കെ ആർത്തിലും പറയാൻ പറ്റുമോ? ആർത്തിലും ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ്. നിന്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഞാനത് ഉത്തരവാദിത്തം ഇല്ലാതെ ചെയ്യുന്നു. ഇനി നോക്കാൻ സ്ഥലമില്ല. വിലയുള്ള സാധനമല്ലേ. അപ്പൊ ആർക്കാ ഉത്തരവാദിത്തം? എനിക്കാണോ ഉത്തരവാദിത്തം? നിനക്കാണോ ഉത്തരവാദിത്തം? ആരുടെ കയ്യിലായിരുന്നു? എന്റെ കയ്യിലായിരുന്നു. അപ്പൊ ഇത് കാണാതെ പോയിക്കിന്റെ ഉത്തരവാദിത്തം ആരാണ്? കാണാതെ പോയെന്നുള്ളതല്ല, നിനക്ക് നോക്കാൻ പറ്റുമോ? നോക്കാം, എന്റെ കൂടെ ആവശ്യമായിപ്പോയില്ല. നോക്കാം, വരാൻ പറ്റൂ. വരാൻ പറ്റുമെങ്കിൽ വന്നാൽ മതി. നോക്കാന്ന് പറഞ്ഞ ഞാനാ. നീ എവിടെ നോക്കണോന്ന് അയാളെ ഈ പറയുന്നത്? കൊണ്ട് കളഞ്ഞതേ ഇപ്പൊ കുഴപ്പം മൊത്തം എന്റെ. കുന്തം പോയ കിണറ്റിലും തപ്പണോന്നാ പറയുന്നത്. എന്തോ പറയണോ? എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇന്നലെ വയലിൽ പോയില്ലായിരുന്നോ? മിക്കവാറും അവിടെ പോകാൻ ചാൻസ് ഉണ്ടായിരിക്കും. നീ അവിടെ പോയി നോക്കിയാലോ? ഞാൻ അധികം സമയം സംസാരിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. 10-3000 രൂപ വെറുതെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നു പറയാം. ഈ കാടിനകത്തൊക്കെ എവിടെ കാണാനാ? വേണ്ടേ, അവിടെ അല്ലേ നമ്മൾ ഇരുന്നത്. അവിടെ ഇരുന്നത്. അപ്പൊ അവിടെ ഇരിക്കുന്നത് നമുക്ക് അവിടെ ഇവിടെ എവിടെയെങ്കിലും കാണത്തില്ലേ? നോക്കാം. വെള്ളക്കുപ്പി കിട്ടി. ബാക്കി എവിടാന്നുള്ളതാ. വേണ്ടേ, ജഗന്നാഥൻ ആ കലങ്ങിരുന്നോണ്ടാ പറഞ്ഞത് 4ാമത്തെ വെക്കിന് ബാക്കി മാറ്റി വെച്ചേക്കണേന്ന്. ജഗന്നാഥനെ ആ കലങ്ങ ഇരുന്നിട്ട് ഒരു ഫുൾ അടിച്ചു കയറ്റി. അതിനുശേഷം 2ാമത്തെ ഫുൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ ഇച്ചിരി വെച്ചിട്ട് ബാക്കി നിങ്ങളൊക്കെ ഏൽപ്പിച്ചായിരുന്നല്ലോ. ആ സാധനം എന്ത് ചെയ്യുന്ന ഞാൻ ചോദിച്ചത്. ആ സാധനം എന്തെന്നല്ലേ ഞാനും നോക്കുന്നത്. ഇതിന് ഈ കാറിനകത്ത് എവിടെ നോക്കാനാ നിങ്ങൾ? നോക്കുവാന്ന് ഞാൻ പറഞ്ഞേ, മറന്നതായിരിക്കും. അല്ലാതെ എന്തുവാ, നമ്മളിപ്പോ അത് അങ്ങോട്ട് കുടിച്ച് തല പെരുത്തിട്ട് വയ്യ എനിക്ക്. വെള്ളമെല്ലാം കൂടെ വാരി കയറ്റിട്ട് സാധനം നിങ്ങൾ തന്നെ അടിച്ചതാ. സത്യം പറ, നിങ്ങൾ എടുത്തില്ലേ? അതെങ്ങനെ? ഞാനിവിടെ വെച്ചിട്ടല്ലേ പോയത്. ഇവിടെ ആണോ വീട്ടിലാണോ വെച്ചെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഒരുമിച്ചല്ലേ പോയത്. എവിടെ പോയി നോക്കാനോ? എന്തായാലും ഇന്ന് സാധനം നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൊരു കാര്യം ചെയ്യാം, അധികമൊന്നുമില്ല, 500 രൂപ എൻ്റെ കേക്ക് സാധനം മേടിക്കാൻ പറ്റും. നമുക്കിത് തകർക്കാം. ഇന്നലത്തെ ക്ഷീണം ഇങ്ങനെ നിൽക്കുക. ഇപ്പോഴാ സമാധാനമായത്. എന്നാലും ആ സാധനം എടുക്കരുത്. ചിലപ്പോൾ ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെന്നുള്ളത് ഓർമ്മ വരും കേട്ടോ. ഉവ്വേ രൂപയുടെ സാധനം, നല്ല ചാത്തൻ സാധനം മേടിച്ചടിക്കാം. 3000 രൂപ എന്ന് പറഞ്ഞ ഒരുത്തൻ ഗൾഫിൽ നിന്ന് വന്ന്, അപ്പൊ അവന്റെ ഒരു സന്തോഷം. പക്ഷെ 4000 എന്നാവൻ പറഞ്ഞത്. ഈ 3000 രൂപ ഒപ്പിച്ച പാട് ദൈവം തപ്പുരാൻ തന്നെ അറിയത്തുള്ളൂ. നീ 2 അടിച്ചു നോക്ക്, നീ ഈ സാധനം എവിടെ കൊണ്ടുവച്ചതെന്ന് നിനക്ക് ഓർമ്മ വരും. അതല്ല നിന്റെ ഉള്ളിലോട്ടാ പോയതെങ്കിലും നിനക്ക് ഓർമ്മ വരും. ഓ അതെങ്ങനെ ഒറ്റയ്ക്ക് ഇത്ര അങ്ങ് വിഴുങ്ങാൻ എന്തുപടിയത്? ഞാൻ അങ്ങനെ വിഴുങ്ങാൻ പറ്റുമത്? ആവശ്യത്തിന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി അതിൻ്റെ കൂടെ അതും കൂടെ ഞാൻ പാത്തടിക്കുന്നു പറഞ്ഞാൽ അതൊരുമാതിരി വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്തുപോലെ സാധനം അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്തൊരു സന്തോഷം. പിന്നില്ലയോ ഇത് രാഹുൽ എത്തിട്ട് പറഞ്ഞ അടിക്കാഞ്ഞതേ എന്തുമാത്രം വിഷമാണെന്നറിയോ? ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട നമ്മുടെ സൈറ്റ് എത്തിയില്ലേ? അടിപൊളി. ഓമന്നപ്പൂ മുഖം വാടാതെ സൂക്ഷിച്ച. നിക്കണ്ട, അവിടെ ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ അവരുടെ കൊടുത്ത് മേടിച്ചോണം കേട്ടോ. വാടാതെ സൂക്ഷിച്ച.
വണ്ടി പോണം, നീ കാര്യം പറ. നിനക്ക് എന്താ പറ്റിയേ? എന്നെ പൈസ എല്ലാം അടിച്ചോണ്ട് പോയോ? അത് ആരെങ്കിലും പിടിച്ച് കുമ്മിയോ അവിടെ? സംഗതി എന്താന്ന് വെച്ചാ പറ. അതൊന്നുമല്ല. പിന്നെന്തുവാ? ഇന്ന് 1-ാം തീയതി അറിയോ? 1-ാം തീയതി ഇന്ന് സാധനം കിട്ടിയില്ല. ഇനി എന്തോന്നിരിക്കും, ആ ഡോർ നടക്കി പോകാം. കയ്യിരുന്ന സാധനവും കൊണ്ട് കളഞ്ഞു. 1-ാം തീയതി സാധനം മേടിക്കാൻ ഇറങ്ങി പോവാം. ഇതിൽ കഷ്ടപ്പെട്ടു പരിപാടി. അവൻ്റെ ഇരിപ്പുണ്ടോ? കണ്ടോ അറിയാം കുപ്പി അവനെ മാറ്റിയെന്ന്. കുപ്പിയോ പോയി. ആ സീറ്റ് ബെൽറ്റെങ്കിലും പിടിച്ചിട്ട് വെറുതെ പെറ്റി പഠിച്ചു തരാൻ. നീ അങ്ങനെ എന്നെ പറ്റിക്കണ്ടോ? എനിക്ക് ഞാൻ പണി തരാം. എന്താ പറ്റിയത്? വണ്ടി എന്തോ ഒരു മിസ്സിങ് കാണിക്കുന്നല്ലോ. ഇതെന്താ പറ്റിയതാണ്? സ്റ്റാർട്ട് ഒന്നുമില്ലല്ലോ. എന്തുവരെ ഇത്? എന്നാ തല പേരത്തിരിക്കുക. ഇവിടെ സ്റ്റാർട്ട് ആവുന്നില്ല. ഒന്ന് ഒരു കഷ്ടമാണ് പോലെ. അത് ഭ്രാന്ത് പിടിച്ച് വരുമ്പോൾ ചെറുതായിട്ടല്ലോ. എന്തോ ഇത്? എന്തായാലും 1-ാം തീയതി നമുക്ക് കിട്ടിയ പണി അവൻ തന്നെ എടുത്തായിരിക്കും, ഉറപ്പായിരിക്കും. അതെന്നിട്ട് ഒന്നും അറിയാത്തവന് കളിക്കാം. എന്നാലും അത് എവിടെ പോയതാണ്? എന്താ ചെയ്യുന്നില്ല, എവിടെ പോയതാ? ശരിയടാ, ഞാൻ പോന്നേടാ. എടാ ഞാനും വരുവാ. എടാ എന്നെ കൂടെ കൊണ്ടുപോടാ. ഞാനും വരുവാ നിന്റെ കൂടെ. നിന്റെ വീടല്ലടാ അത്. എന്റെ വീടാന്നോ? നീ അങ്ങോട്ടല്ലേ പോണ്ടേ? നീ എന്തിനാ എന്റെ കൂടെ വരുന്നത്? എന്താ ഞാൻ നിന്റെ കൂടെ വന്നിട്ടുണ്ടേ. വീട്ടിൽ പോ, ഞാൻ പോകും. അല്ല ഞാൻ രാവിലെ ഇവിടെ കിടക്കും വണ്ടിയില്. ഞാൻ വണ്ടി പിന്നെ മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കില്ല. ഞാനും വരുവാ. ഞാൻ വരും. നീ എന്തോ പറഞ്ഞാലും ഞാൻ വരും. പറഞ്ഞോ. നിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നോക്കത്തില്ലേ? എന്നെ ഒരുമാതിരി എന്തുവാടാ? ഇവനെന്താ ഈ പറയുന്നത്? കുപ്പി ചോദിച്ചാടാ. അവിടെ ഒരു കുപ്പി. എന്തോ ഒരു കാര്യം ഇങ്ങനെ കിടക്കാം. എന്താ വണ്ടിക്കത് ഞാൻ കിടന്നാലും നോക്കത്തില്ലേ? എന്ത് വിചാരിക്കുന്നത്? വീട്ടിലെങ്ങനെ പോയി കിടക്കാം അല്ലേ? അവൻ്റെ കൂടെ പോകട്ടെ. അവൻ പോട്ടെ. കൂടാ. അവനും അവൻ്റെ ഒരു വണ്ടി. എന്നാലും ആ സാധനം എപ്പോഴായിരിക്കും അവൻ കൊണ്ടുവച്ചത്?